അപ്പോൾ ഇന്ന് ജൂൺ 27th ഇന്ന് ഡോൺ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മമ്മി വഴിയും ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്നലെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇവരുടെ ബർത്ത്ഡേയ്സ് രണ്ടും അടുപ്പിച്ചാണ്. ഇന്ന് ഞാൻ ഓർത്ത് കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന്. ഡോൺ ചേട്ടൻ്റെ പണ്ടത്തെ കുറേ ഫോട്ടോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെ ഏറ്റവും വീക്ക്നെസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഫോട്ടോ കളക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ മെമ്മറീസ് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തോന്നിയത് ചാക്കോച്ചിൻ്റെയും ടോമിൻ്റെ ഒരു മിനി വേർഷനായിട്ടാണ് പല ഫോട്ടോസിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയുള്ളവർ പറയും ഡോൺ ചേട്ടനെ പോലെയാണ്, ആ സമയത്ത് ഞാൻ ചങ്ങനാശ്ശേരി പോയാൽ പറയും എന്നെ പോലെയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ചെറുപ്പം ഏകദേശം ഒരുപോലെയാണ് ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് എന്നെ സംബന്ധിച്ച്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയത് കാരണം അമ്മയുടെയും ഡോൺ ചേട്ടൻ്റെ ബർത്ത്ഡേ അടുപ്പിച്ചാണ്. സോ അത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനത്തെ ഫോട്ടോ മേ ബി ഡിമ്പിളിൻ്റെ വീഡിയോസിൽ കണ്ടിരിക്കാം. ഞാൻ ഓർത്തു ഞാനൊന്ന് ഷെയർ ചെയ്യണ്ടേ. ഇതൊക്കെ നമ്മുടെ അക്കിയും പേപ്പനും ഒക്കെയാണ്. ഇത് മമ്മിയുടെ അമ്മയാണ്, നെല്ലൂന്ന് തമ്മാമ്മയുണ്ട്, റോസേച്ചി. അപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റ് ഫീലിംഗ് ആണ് ഈ ഒരു ഫോട്ടോസ് കാണുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ലൈഫിലേക്ക് വന്ന് എനിക്ക് നല്ലൊരു ഒരു വിവാഹ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം തന്നതിന് ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ്. ഈ വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് ബ്ലെസ്ഡായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് പല ഇതും വന്നിട്ടുണ്ടെങ്കിലും ഞാനെടുത്തൊരു തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് 2 മക്കളെ തന്നതിനും ഒക്കെ എനിക്കൊരുപാട് നന്ദിയുണ്ട്. അതിലുപരി നല്ലൊരു മകനെ വളർത്തിയെടുത്തതിന് ഡാഡിക്കും മമ്മിക്കും എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. കാരണം ഒരു ആൺകുട്ടി അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും പെങ്ങളുടെയും കൂടെ ഒരു ഭൂരിഭാഗം സമയം ചിലവഴിക്കാതെ അവരുടെ കൂടെ മാത്രം പുറത്തു പോവുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്രയ്ക്കും പ്രാക്ടിക്കലായിട്ടുള്ള സംഭവമല്ല. കാരണം എപ്പോഴും അടിച്ചു പൊളിച്ച് നടക്കുക എന്നൊക്കെ. പക്ഷേ അവർ ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ നടന്നിട്ട് എന്താ പറയുക, ആ ഒരു ഒത്തൊരുമയാണ് അവരെ പല പ്രതിസന്ധികളിലും പിടിച്ചു നിർത്തിയെന്ന് ഞാൻ പറയും കേട്ടോ. കാരണം ആ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലെങ്കിൽ അതൊന്നും പോസിബിളായിട്ട് വരില്ല. നമുക്കൊരു കെയറും സപ്പോർട്ടും ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോവും, തകർന്നു പോവും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ കൂടെ നമ്മളെ താങ്ങി പിടിക്കാൻ ഒരു 2-3 പേരുണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ സന്തോഷം. പക്ഷേ ഡോൺ ചേട്ടനെ സംബന്ധിച്ച് ഡാഡി, മമ്മി, ഡിമ്പിൾ, ആൻസൺ ചേട്ടൻ, പിന്നെ ഒട്ടും ഒഴിച്ചുകൂടാത്ത സംഭവമാണ് ഫ്രാങ്കോ അങ്കിളും ബിൻസി ആൻറ്റി എന്ന് പറഞ്ഞാൽ ഫ്രാങ്കോ പപ്പൻ എന്നാണ് പാച്ചു വിളിച്ച് വരുന്നത് കേട്ടോ. അവർക്കും വലിയൊരു പങ്കുണ്ട് ഡോൺ ചേട്ടനെ ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിച്ച് കൊണ്ടുവരാനായിട്ട്. പിന്നെ ഈ പറയുന്ന പോലെ കുറേ പേര് ചോദിക്കുന്ന പോലെ തന്നെ ഡോൺ ചേട്ടനെ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ച് മൊത്തമായിട്ടും ഒന്നും മാറിയിട്ടില്ല. ആൾ ഒന്നുകൂടെ റിസർവ്ഡായി. നിങ്ങൾ കണ്ട ഡോൺ ചേട്ടൻ ആയിരിക്കില്ല ഇപ്പോൾ ഉള്ള ഡോൺ ചേട്ടൻ. ഭയങ്കര റിസർവ്ഡായിട്ട് ഭയങ്കര പക്വതയോടെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി. ആരെയും പിണക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ ഒന്നും മുതൽ കയ്യിൽ നിന്ന് പോകുന്ന സമയങ്ങളിലായിരിക്കും ചിലപ്പം പൊട്ടിത്തെറിക്കുക. പക്ഷേ അതല്ലാതെ ആരോടും ദേഷ്യപ്പെടാനോ ആരോടും വിദ്വേഷം വെക്കാനോ ഒന്നും അറിയാത്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടും ഇന്ന് വരെ വീഡിയോയിലൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അത് ഞാൻ ഫോഴ്സ് ചെയ്യില്ല. കാരണം ഡോൺ ചേട്ടൻ്റെ ഒരു സ്പേസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് എന്താ റീസൺ എന്നുള്ളതും ഒക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു താല്പര്യം തോന്നുമ്പം വരിക, ഒരു വീഡിയോയിൽ ഇരിക്കുക, അത്രയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് ആയാലും എടുത്താലും ഡോൺ ചേട്ടൻ്റെ ഒരു ഓൺ വോയിസിൽ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കതൊരിക്കലും ഫോഴ്സ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഡോൺ ചേട്ടൻ്റെ ഒരു കേസിൽ. സോ അതുകൊണ്ട് ഞാൻ ഫോഴ്സ് ചെയ്യില്ല. പക്ഷേ എനിക്ക് യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ ഡോൺ ചേട്ടനാണ്. നീ വീഡിയോ ഇട്ടില്ലേ, നീ വീഡിയോ ഇടുന്നുണ്ടോ, ഓക്കെ ആണോ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് അന്വേഷിക്കാറുണ്ട്. പിന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കും നല്ലൊരു മകനായിട്ട് വന്നതിലും നിൽക്കുന്നതിലും ഒരുപാട് സന്തോഷം. ഒരു മകളായ എനിക്ക് ചില മക്കൾക്ക് കല്യാണം കഴിഞ്ഞ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റുന്നത് ഡോൺ ചേട്ടൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പണ്ടൊക്കെ ഡോൺ ചേട്ടൻ്റെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് ഈ ചെറുപ്പത്തിൽ മാത്രമല്ല, ഒരു ടീനേജും ഒരു ദുബായ് ലൈഫ് വരെ അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് പല ഫോട്ടോസും കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്.
ഈ ഡോൺ ചേട്ടന് മാത്രമല്ല, ഡിമ്പിളിനായാലും മമ്മിക്കായാലും ഡാഡിക്കായാലും അവർക്ക് അവരുടെ ജനിച്ച അന്ന് തൊട്ടുള്ള ഓരോ ദിവസത്തെ ഫോട്ടോ ചോദിച്ചാലും ഇവരുടെ 4 പേരല്ല, ഡിമ്പിളിൻ്റെയും ഡോൺ ചേട്ടൻ്റെയും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ശരിക്കും അതൊരു മെമ്മറീസാണ്. കൂടുതലും ഇവരുടെ ഫോട്ടോസ് എടുക്കുക പേപ്പനാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ പേപ്പന് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ പിടിച്ചിരുത്തി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഇത് നമ്മുടെ ഡോൺ ചേട്ടനാണ് കേട്ടോ. ചില ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് തോന്നും പാച്ചുൻ്റെ ഒരു കട്ടുണ്ടെന്ന് തോന്നും കേട്ടോ. അപ്പോൾ അതേ ഇത് നമ്മുടെ പിള്ളേർ സെറ്റ് ഫുൾ റോസേച്ചി, അന്നേച്ചി, അങ്ങനെ എല്ലാവരും. ഡോൺ ചേട്ടനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, മിക്ക ഫോട്ടോസിലും വണ്ടിയുണ്ട് കയ്യിൽ കേട്ടോ. അതേ ഒരു ഇതാണ് നമ്മുടെ തോമുക്കുട്ടനും ഉള്ളത് കേട്ടോ. അതിൽ കുട്ടീനെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിലൊക്കെ കാണുമ്പം പാച്ചുവിൻ്റെ ഒരു ചെറിയ ചായ എന്നൊക്കെ തോന്നില്ല, എനിക്ക് നല്ലപോലെ തോന്നിയിട്ടോ. അപ്പോൾ ഇത് അമ്മാമ്മ, നെല്ലുവന്നത്തെ അമ്മാമ്മ. ഇതിൽ സൈഡിൽ നോക്കുമ്പോൾ തോമുക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പിള്ളേർ റോസേച്ചിനെ ഇതിൽ കണ്ടാൽ ഇപ്പോഴത്തെ തക്കുടു ആണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പം പല ആക്ടിവിറ്റീസിലും ഒക്കെ ഡോൺ ചേട്ടൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് അപ്പാപ്പനാണ് കേട്ടോ, മമ്മിയുടെ അപ്പനാണ്. ഇതുണ്ടോ, ഫോട്ടോസ് അങ്ങനെ അധികം ഇല്ല എന്ന് മമ്മി പറയും. ശരിക്കും ഞാനൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതിൽ കണ്ട ചാക്കോച്ചനെ പോലെ തോന്നില്ലേ നിങ്ങൾക്ക്? അതോ എനിക്ക് മാത്രം തോന്നിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ ശരിക്കും തോന്നുവാണ്. മമ്മീനെ കണ്ടാലും ഇപ്പോഴത്തെ ഡിമ്പിളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് ഒരു പ്രായം എത്തി തുടങ്ങി വലിയൊരു കുട്ടിയായതിന് ശേഷമുള്ള കുറച്ച് ഫോട്ടോസാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പിന്നെ ഇനി അങ്ങോട്ടുള്ളത് കുറച്ച് വലുതായതിന് ശേഷമുള്ള ഫോട്ടോസാണ്. അപ്പോഴത്തേനും ആങ്ങളെയും പെങ്ങളുമായിട്ടുള്ള ഫോട്ടോസാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഡിമ്പിളൊരു സമയത്ത് ഒരു ഓൾഡ് ഫോട്ടോസ് അല്ലെങ്കിൽ ഓൾഡ് മെമ്മറീസിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് എനിക്കിഷ്ടമുള്ള കുറച്ച് ഫോട്ടോസ് നിങ്ങളെ ഞാൻ കാണിക്കുന്നതാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് ഇതിലൂടെയൊക്കെ എൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലൊക്കെ പാച്ചുകുട്ടനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പണ്ട് ഭയങ്കര സ്ലിമ്മായിരുന്നു കേട്ടോ ഡോൺ ചേട്ടൻ. പിന്നെ പതുക്കെ വണ്ണം വെച്ച് തുടങ്ങിയത്. അപ്പോൾ ഇതേ ഫോട്ടോസ് ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ഫ്രെയിം, ആൽബംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഈ ഫോട്ടോസൊക്കെ കാണുമ്പം ഡോൺ ചേട്ടൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ് എനിക്ക് മിസ് ചെയ്യണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫോട്ടോസിനോട് അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. ഇന്ന് ഫോട്ടോ എടുക്കാൻ 10 പ്രാവശ്യം ആലോചിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ വരുമോ, അല്ലെങ്കിൽ ഒരു സെൽഫി, മീൻസ് ജാട കാണിക്കുന്നതല്ല, ആൾക്കൊരു കോൺഫിഡൻസിലായ്മ വന്നു തുടങ്ങി. ഇപ്പോൾ ഇത്രയും ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഓരോ ഫോട്ടോയും എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഫോട്ടോയ്ക്ക് പോലും ഇപ്പം നിൽക്കാൻ റെഡി അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാം ആളെത്ര ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ളത്. അപ്പം പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഫോട്ടോയ്ക്ക് നിൽക്കാൻ പറഞ്ഞാലൊക്കെ നിൽക്കും, എന്നാലും ഒരു പിടുത്തമുണ്ട്. ചിരിക്കാനൊക്കെ നമ്മൾ പറഞ്ഞ് ചിരിപ്പിക്കണം കേട്ടോ. പിന്നെ കോമഡിക്കാരായ ഞാനും ഡിമ്പിളുള്ളതുകൊണ്ട് അങ്ങനെ ചിരിച്ചങ്ങ് സഹകരിച്ച് തരുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഇവരുടെ പണ്ടത്തെ ഫോട്ടോസാണ് കേട്ടോ. അപ്പം അന്നും ഇന്നും ഇവർ ടിപ്പ് ടോപ്പാണ് കേട്ടോ. മാച്ചിങ് ആയിട്ടും അല്ലെങ്കിൽ വെൽ ഡ്രസ്ഡ് ആയിട്ടും ഒക്കെ ആയിരിക്കും പോവുക. അതൊക്കെ വളരെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പം അവരുടെ ആ ഒരു ഒത്തൊരുമ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ മുന്നോട്ടും ജീവിതാവസാനം വരെ ഒന്നിച്ച് പോട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഡോൺ ചേട്ടന് ഇനിയും ഉയർച്ചയിലേക്ക് എത്താൻ ഞാൻ പ്രാർത്ഥിക്കാം. അതുമാത്രമേ എനിക്ക് തൽക്കാലം ചെയ്യാൻ പറ്റുള്ളൂ. മക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഒരു ആയുഷ്കാലം മൊത്തം ഇതുപോലെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവം അത് സാധിച്ചു തരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇനി തൊട്ട് ഡോൺ ചേട്ടൻ്റെ കുറച്ച് ദുബായ് ഫോട്ടോസും പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് തൊട്ട് മുമ്പാണ് ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും ഒക്കെയാണ് കേട്ടോ ഇത് ഇവർക്ക് നമ്മുടെ ഇവൻറ്റ്സ് ഉണ്ടായിരുന്ന സമയത്തുള്ള ജീപ്പും ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസാണ് കേട്ടോ. ഭയങ്കര എനിക്കറിയത്തില്ല എന്താ പറയണത്, സ്റ്റക്കായി പോകുന്നുണ്ട് പല കാര്യങ്ങളും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണം വിചാരിച്ച് കണക്ട് ചെയ്ത കുറച്ച് ഫോട്ടോസായിരുന്നു. പക്ഷേ വോയിസ് ഓവർ കൊടുത്തു തുടങ്ങിയപ്പം എനിക്കത് പറ്റണില്ല, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഡോൺ ചേട്ടനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കിനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. കുറേ പേര് ഇപ്പോഴും പറയാനുണ്ട് ഡോൺ ചേട്ടനെ ഒന്ന് വീഡിയോയിൽ കൊണ്ടുപോയോ എന്ന്. ഡോൺ ചേട്ടൻ അതിനുള്ള കോൺഫിഡൻസ് ഇപ്പോഴും വന്നിട്ടില്ല. കോൺഫിഡൻസിൻ്റെ അല്ല, വേണ്ട, ഞാനൊരു വാർത്തയാവാൻ ഞാൻ റെഡിയല്ല എന്ന് പറയും കേട്ടോ. അത് ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ചുറ്റുപാട് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്കും മക്കൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുക.
അപ്പോൾ ഈ ഒരു നല്ല ഡേ ഭയങ്കര മെമ്മർഫുള്ളായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മൾ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ഞാനൊരു കുട്ടി ഗിഫ്റ്റ് എന്നെക്കൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പുറത്ത് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്നൊന്നും അറിയില്ല. പിള്ളേരുടെ മൂഡും കാര്യങ്ങളും അനുസരിച്ചിരിക്കും. കേക്ക് ഞാൻ രേവയോടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം രേവ വരുമ്പം, രേവ ആയതുകൊണ്ട് എനിക്കൊരു മിനിമം കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ നേരത്തെ പറഞ്ഞിരുന്നു ചെയ്തു തരാം എന്നുള്ളത്. അപ്പം എനിക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്നതിനും ഒരുപാട് നന്ദി. ഇപ്പം രേവയായി ബ്രാൻഡ് അംബാസഡർ പോലെ ആയിട്ടോ. നല്ല കേക്കാണ്. നമുക്ക് ഒരു ഹോം മെയ്ഡ് കേക്ക് പോലെ പിള്ളേർക്ക് കൊടുക്കുന്നത് അതനുസരിച്ചൊക്കെ രേവ ചെയ്തു തരും. അപ്പം രേവയ്ക്കും എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. തോമുൻ്റെ ഒരു ബർത്ത്ഡേ തൊട്ട് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണ്. അതൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കണ്ട നല്ല ഒരു സംസാരിക്കാൻ പറ്റിയൊരു ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും രേവനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം രേവയ്ക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും കാര്യം ഇതിൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പം രേവനെ തൃശ്ശൂരുള്ളൊരു മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഫ്രഷ് കേക്ക് കഴിക്കാം, ഹോം മെയ്ഡ് കേക്ക് കഴിക്കാം കേട്ടോ. ബ്രൗണീസും ഒക്കെ ഷുഗർലെസ് കേക്കും കുറേ സംഭവങ്ങൾ അവളുടെ കയ്യിലുണ്ട്. അതൊക്കെ നിങ്ങൾ അവളുമായിട്ട് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ഒരു ജേണിയിൽ നിങ്ങൾ കൂടെ ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഇത്രയും സന്തോഷത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന. ആ സന്തോഷം ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് തരിക. ഇനി അധികം നേരം കത്തിയടിച്ചാൽ നിങ്ങൾ ചോദിക്കും ഡിവൈന് പ്രാന്തായോ എന്നുള്ളത്. എനിക്കറിയില്ല. കുറച്ച് ഇമോഷണലായിട്ടും പെയിൻഫുള്ളായിട്ടും ഒക്കെ തോന്നുന്നൊരു നിമിഷമാണ്. കാരണം ഞാൻ ഒരുപാട് പ്രിപ്പയർഡായിരുന്നു. ആ പ്രിപ്പയർഡ് ആയതിൻ്റെയാണ് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയെന്ന് കേട്ടോ. എനിവേ ഡോൺ ചേട്ടന് എൻ്റെ വക 1000 ജന്മദിനാശംസകൾ.